ഹലോ ഓൾ. അങ്ങനെ ഓണപ്പരീക്ഷയൊക്കെ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കഴിയാറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒരു ക്വിക്ക് റിവിഷനുമായിട്ടാണ്. നമുക്ക് അധിക സമയം വയ്ക്കാണ്ട് വേഗം കടക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ ഒന്നൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ ലെൻസസ് എന്നാണ്. സോ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്താണ് ലെൻസ്? ലെൻസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പാരന്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഇസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. അതായത് രണ്ട് സ്ഫിയറിന്റെ പാർട്ടായിട്ടുള്ള ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിന് പറയുന്ന പേരാണെന്ത്? ലെൻസസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് സ്ഫിയർ ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റിംഗ് സർഫസുകളെ പറയുന്ന പേരാണ് എന്ത്? അതായത് ഈ ഭാഗം പറയുന്ന പേരാണെന്ത്? നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ഒരു കോൺകേവ് ലെൻസ് ആണ് ഞാനിപ്പോ വരച്ചത്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമായിരിക്കും ലെൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ ലെൻസസിന്റെ യൂസസ്? Used as a magnifying glass, used in cameras, used in microphones, used in telescope and used in projectors. എന്തൊക്കെയാണ്? യൂസ്ഡ് ആസ് എ മാഗ്നിഫയിങ്, ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, ടെലസ്കോപ്പില്, അതേപോലെ പ്രൊജക്ടറിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലെൻസസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇനി എത്ര ടൈപ്പ് ലെൻസുകളാണുള്ളത്? നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് രണ്ട് തരം ലെൻസുകളെ കുറിച്ചിട്ടാണ്. ഒന്ന് കോൺവെക്സ് ലെൻസും അതേപോലെ കോൺകേവ് ലെൻസും. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് വശങ്ങളും ഇതേപോലെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? കോൺകേവ് ലെൻസ് എന്ന് പറയാം. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഈ വശങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ലെൻസുകളെയാണ് എന്ത് പറയുന്നത്? കോൺവെക്സ് ലെൻസുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കോൺകേവ് ലെൻസിന്റെയും അതേപോലെ കോൺവെക്സ് ലെൻസിന്റെയും ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. തിക്കർ അറ്റ് ദ എഡ്ജസ്. എഡ്ജ് ഭാഗത്തേക്ക് വരുമ്പോ എന്താണ്? ഭയങ്കര തിക്കാണല്ലേ ഇത്. അതേപോലെ കോൺവെക്സ് ലെൻസുകളോ, മിഡിലാണ് എന്ത്? വളരെ തിക്കായിട്ടുള്ളത് അല്ലെ? മിഡിൽ ഭാഗത്താണ് എന്ത്? വളരെ തിക്കായിട്ടുള്ളത്. അതേപോലെ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജന്റ്, അതായത് നമ്മുടെ ഈ ഇതിലേക്ക് വരുന്ന ലൈറ്റിനെ അത് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യിപ്പിക്കും. ഇതേപോലെ ഒരു ലൈറ്റ് ഇതേപോലെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതെന്താ ചെയ്യാ? ഇവിടെ എത്തിയിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തു പോകും. എന്നാ നമ്മുടെ ഈ കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുന്നത്? കൺവേർജ് ചെയ്യിപ്പിക്കുകയാണല്ലേ ചെയ്യുന്നത്. അതായത് ഇതിലൂടെ ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം അത് എങ്ങനെ വരും? ഇങ്ങനെ വരും. കോൺകേവിലാണെങ്കിൽ അത് ഡൈവേർജന്റ് ആണ്, കോൺവെക്സിലാണെങ്കിൽ എന്താണ്? കൺവേർജന്റ് ആണ്. മറ്റൊരു ഫീച്ചർ എന്താണ്? ഷോസ് ദ ഒബ്ജക്ട് ഡിമിനിഷ്ഡ്. അതായത് നമ്മളിപ്പം ഈ ലെൻസിന് മുന്നിൽ വെച്ച ഈ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യും? ചെറുതാക്കി കാണിക്കും, ഡിമിനിഷ് ചെയ്ത് കാണിക്കും അല്ലെ? അതേപോലെ ഷോസ് ദ ഒബ്ജക്ട് മാഗ്നിഫൈഡ്. വളരെ വലുതാക്കി കാണിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം എന്തൊക്കെയാണ് ഈ കോൺകേവ് ലെൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? തിക്കർ അറ്റ് ദ എഡ്ജസ്, ഡൈവേഴ്സ് ദ ലൈറ്റ് റേസ്, shows the object diminished. Convex ലെൻസുകളോ, thicker in the middle, converges the light ray, shows the object magnified. അതായത് നല്ല വലുതാക്കി കാണിക്കുന്ന ഇമേജ് ലെൻസ് ഏതാണ്?
കോൺവെക്സ് ലെൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടേംസ് റിലേറ്റഡ് ടു ലെൻസ്. ലെൻസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടേംസുകളാണ്. നമ്മൾ നേരത്തെ കണ്ട കോൺവെക്സ് ലെൻസും അതേപോലെ കോൺകേവ് ലെൻസുകളാണ്. ലെൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ തന്നെ എന്താ? രണ്ട് സ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള റിഫ്രാക്റ്റിംഗ് സർഫസുകളെ പറയുന്ന പേരാണ് എന്ത്? ലെൻസുകൾ. കണ്ടോ, രണ്ട് സ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന റിഫ്രാക്റ്റിംഗ് സർഫസുകളെ പറയുന്ന പേരാണ് എന്ത്? കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ്. ഇനി ആദ്യമായിട്ട് പറയുന്നത് ഒപ്റ്റിക് സെന്റർ. ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഇസ് ദ ഒപ്റ്റിക് സെന്റർ. അതായത് ഈ ലെൻസിന്റെ മിഡ് പോയിന്റിന് പറയുന്ന പേരാണ് എന്ത്? ഒപ്റ്റിക് സെന്റർ. കണ്ടോ, കോൺവെക്സ് ലെൻസിനും എന്തുണ്ട്? ഒരു ഒപ്റ്റിക് സെന്റർ ഉണ്ട്. കോൺകേവ് ലെൻസിനും എന്തുണ്ട്? ഒരു ഒപ്റ്റിക് സെന്റർ ഉണ്ട്. അപ്പൊ ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസിന്റെ മിഡ് പോയിന്റിന് പറയുന്ന പേരാണ് എന്ത്? ഒപ്റ്റിക് സെന്റർ. ഇത് ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? O എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുക. ഇനി അടുത്തത് സെന്റർ ഓഫ് കർവേച്ചർ. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. ദ സെന്റർ ഓഫ് സച്ച് സ്ഫിയേഴ്സ് ആർ ദ സെന്റർ ഓഫ് കർവേച്ചർ. ഇനി സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഈ ലെൻസുകൾ എന്ന് പറയുന്നത് രണ്ട് സ്ഫിയറുകളുടെ ഭാഗമാണെന്ന് പറഞ്ഞു. ഈ സ്ഫിയറുകളുടെ ഈ സെന്ററുകളെ പറയുന്ന പേരാണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ എന്താണ് ഈ സെന്റർ ഓഫ് കർവേച്ചർ? ലെൻസ് ഭാഗമായിട്ട് വരുന്ന രണ്ട് ഗോളങ്ങളുടെ ബിന്ദു നടുവിലുള്ള ഈ ബിന്ദുവിനെ പറയുന്ന പേരാണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. ഇനി മൂന്നാമത്തത് ഒപ്റ്റിക് ആക്സിസ്. ദ ഒപ്റ്റിക് ആക്സിസ് ഇസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ ഒപ്റ്റിക് സെന്റർ ഓഫ് എ ലെൻസ്. ഈ സെന്റർ ഓഫ് കർവേച്ചറും ഒപ്റ്റിക് സെന്ററിനെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു നേർരേഖയെ പറയുന്ന പേരാണ് എന്ത്? ഒപ്റ്റിക് ആക്സിസ്. ഓക്കെ. ഇനി അപ്പേർച്ചർ. The area of the lens through which light passes is called aperture. അതായത് ഒരു ലെൻസിന്റെ ലൈറ്റ് കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? അപ്പേർച്ചർ. അതായത് ഇതിലൂടെയാണ് ലൈറ്റ് കടന്നു പോകുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പേർച്ചർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, പ്രിൻസിപ്പൽ ഫോക്കസ്. എന്താ ഈ പ്രിൻസിപ്പൽ ഫോക്കസ്? നമുക്ക് നോക്കാം. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ it converges at a point on the optic axis on the other side of the lens. This point is the principal focus of a convex lens. അതായത് നമ്മളൊരു കോൺവെക്സ് ലെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലൂടെ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ പോവാണ്. ഈ ലൈറ്റ് റേ എന്ത് ചെയ്യും? നമുക്കറിയാം കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഒരു കൺവേർജന്റ് ലെൻസ് ആണ്. ഇത് എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ വളഞ്ഞിട്ട് എന്ത് ചെയ്യും? പോവും. ഇതേപോലെ മറ്റൊരു റേ എന്താണ്? സെയിം ഇതേപോലെ പാരലൽ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും? ഈ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ ഇങ്ങനെ വളഞ്ഞു പോകും. കണ്ടോ, ഇവിടെ ഒരു പോയിന്റിൽ ഈ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടിയത് കണ്ടോ? അതായത് ലൈറ്റ് റേസ് കൂട്ടിമുട്ടിയത് കണ്ടോ? ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഒരു പ്രാവശ്യം കൂടി നമുക്കിത് വായിച്ചു നോക്കിയാലോ. ദ ലൈറ്റ് റേ നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജസ് അറ്റ് എ പോയിന്റ് ഓൺ എ ഒപ്റ്റിക് ആക്സിസ് ഓൺ അതർ സൈഡ്. അതായത് എവിടുന്നാണോ ലൈറ്റ് വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം ഇവരെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ
കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ഇനി കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ലൈറ്റ് റേസ് near and parallel to the optic axis incident on a concave lens after refraction appear to be diverged from a point on a optic axis on the same side of the lens. This point is the principal focus of a concave lens. നമുക്ക് നോക്കാം. അതായത് ഒരു ലൈറ്റ് റേ ഇതേപോലെ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഇതേപോലെ പോവാണ്. ഇതെന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തു പോവല്ലോ അല്ലെ. അതേപോലെ ഇവിടുന്ന് ഒരു റേ ഇങ്ങനെ വരികയാണ്. അത് എന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തു പോകും. ഇങ്ങനെ ഡൈവേർജ് ചെയ്തു പോകുന്ന ഈ ലൈനുകളെ നമ്മൾ എന്ത് ചെയ്യുക? നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് വന്ന അതേ സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു പോയിന്റിൽ ഇവ കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്? കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് തോന്നുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം യഥാർത്ഥമല്ല ഇത് റിയൽ അല്ല, നമുക്ക് തോന്നുന്നതാണ്. അപ്പം നമ്മൾ ഈ ഫോക്കസ് എന്താണ്? വെർച്വൽ ഫോക്കസ് ആണ്. അതായത് റിയൽ ആയിട്ടുള്ളതല്ല, നമുക്ക് തോന്നുന്ന ഒരു ഫോക്കസ് ആണ്. അപ്പം എവിടെയാണ് ഈ കോൺകേവ് ലെൻസിന്റെ ഏത് ഭാഗത്താണ്? ലൈറ്റ് വന്ന അതേ സൈഡിലാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? നമുക്ക് ഫോക്കസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയാലോ. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ appear to be diverged from a point on the optic axis on the same side of the concave lens. This point is the principal focus of a concave lens. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ഇനി കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ appear to be diverged from a point on a optic axis on the same side of the lens. This point is the principal focus of a concave lens. നമുക്ക് നോക്കാം. അതായത് ഒരു ലൈറ്റ് റേ ഇതേപോലെ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഇതേപോലെ പോവാണ്. ഇതെന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തു പോവല്ലോ അല്ലെ. അതേപോലെ ഇവിടുന്ന് ഒരു റേ ഇങ്ങനെ വരികയാണ്. അത് എന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തു പോകും. ഇങ്ങനെ ഡൈവേർജ് ചെയ്തു പോകുന്ന ഈ ലൈനുകളെ നമ്മൾ എന്ത് ചെയ്യുക? നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് വന്ന അതേ സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു പോയിന്റിൽ ഇവ കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്? കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് തോന്നുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം യഥാർത്ഥമല്ല ഇത് റിയൽ അല്ല, നമുക്ക് തോന്നുന്നതാണ്. അപ്പം നമ്മൾ ഈ ഫോക്കസ് എന്താണ്? വെർച്വൽ ഫോക്കസ് ആണ്. അതായത് റിയൽ ആയിട്ടുള്ളതല്ല, നമുക്ക് തോന്നുന്ന ഒരു ഫോക്കസ് ആണ്. അപ്പം എവിടെയാണ് ഈ കോൺകേവ് ലെൻസിന്റെ ഏത് ഭാഗത്താണ്? ലൈറ്റ് വന്ന അതേ സൈഡിലാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? നമുക്ക് ഫോക്കസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയാലോ. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ appear to be diverged from a point on the optic axis on the same side of the concave lens. This point is the principal focus of a concave lens. അപ്പോൾ ഇതുവരെ നമ്മൾ 7 പോയിന്റ്സ് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ 8ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ലെങ്ത് is the distance from the optic center of the lens to the principal focus. എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ്. അപ്പം നമുക്കറിയാം എന്താണ് ഈ ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നത്?
ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നത് ലെൻസിന്റെ സെൻട്രൽ പോയിന്റ് ആണ് എന്ത്? ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറയുന്നതോ നമുക്ക് ആ ഒരു കോൺകേവ് ലെൻസിലാണെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ട്, കോൺവെക്സ് ലെൻസിലാണെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ട്. അപ്പം ഈ ഒരു ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് എന്ത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്.